ഹായ് വെൽക്കം. മോമിൻ്റെ പാർട്ട് ബി ഓർ ചെയ്യാനുള്ളതെല്ലാം തന്നെ ഞാൻ പ്രോബ്ലമാറ്റിക് സെഗ്മെൻറ്റിൽ കഴിഞ്ഞു. അപ്പം അതായത് പാർട്ട് ബിക്കകത്ത് ഇപ്പോൾ ഓർ എ ഉണ്ട്, ഓർ ബി ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു സംഭവം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാണ് ഉണ്ട് ഈ മോം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. അപ്പോൾ അത് ഞാൻ പ്രോബ്ലമാറ്റിക് സെക്ഷനിൽ ക്ലിയർ ചെയ്തു. മൊഡ്യൂൾ 1 മുതൽ 5 വരെയുള്ള മിക്കതിൻ്റെയും ഓർ എന്നൊക്കെ പഠിച്ചാൽ അത് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓടിച്ചു വിട്ടിട്ടാണെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 5th മോഡ്യൂൾ 4th മോഡ്യൂളൊക്കെ ഭയങ്കര എളുപ്പമാണ്. 5th 4th 2nd ഇത് സൂപ്പർ എളുപ്പമാണ്. പിന്നെ 3rd 1st ആണ് ഉള്ളത് ശകലം ഒരു വശപ്പിശകായിട്ട്, അതും അത്ര ഇല്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സിമ്പിളാണ്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ തിയറി നോക്കാം. തിയറി എന്ന് പറയുമ്പം 2024 നവംബറിൽ ഒരു എക്സാം നടന്നു, 2024 ജൂണിൽ, 23 ഡിസംബറിൽ, 22 ഡിസംബറിൽ, 21 ഡിസംബറിൽ. പിന്നെ സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, സിലബസിൻ്റെ അകത്ത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല, അത് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിനനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നല്ല, ഏത് പരീക്ഷയാണെങ്കിലും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഏത് പരീക്ഷയാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഓരോ മോഡ്യൂൾ വൈസ് എടുത്ത് എഴുതുക. ഓരോ മോഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. തിയറി എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ടിക്ക് ഇടുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ ടിക്ക് ഇടുക. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇതിപ്പം ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ തവണ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം 2 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരു തവണ ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയയിൽ എഴുതുക. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നല്ലൊരു ഗ്രാഫിയും കിട്ടും. അതിന് നല്ല പ്രിയോറിറ്റി കൊടുത്ത് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഷുവറായിട്ടും ജയിക്കാൻ പറ്റും. ഇതൊരു ചെറിയ ട്രിക്കാണ്, മിക്കവരും ഫോളോ ചെയ്യുന്നതാണ്. അതിനെ നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നതിൽ ഇമ്പോർട്ടൻസ് കാണിക്കുന്നു അത്രത്തോളം നിങ്ങൾ തിയറി നോക്കുന്നതിലും ഇമ്പോർട്ടൻസ് കാണിക്കണം. 24 ആണിത്. ഓക്കെ, ഡിസംബർ 24 അതായത് നവംബറിലെ ഈ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ക്രീനിൽ ഇതിൻ്റെയൊക്കെ ആൻസർ വരുന്ന പോലെ ഇട്ടിരിക്കാം. അതിനൊപ്പം തന്നെ ഞാൻ ഡ്രൈവ് ലിങ്കിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ അകത്ത് ഈ പറയുന്നതും പ്രോബ്ലമാറ്റിക്കിൻ്റെയും ശരി ഇതിൻ്റെയും ശരി എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് കാണും. അത് നിങ്ങൾക്ക് ഡ്രൈവ് ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഈസ് ഓഫ് ആക്സസ് ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ മതി. PPTയും PDF-ഉം ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാനപ്പം ഇനിയിപ്പം എന്നാ പറയുന്നത്, മോഡ്യൂൾ വൈസുള്ള ഇമ്പോർട്ടൻ്റ് തിയറി ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത്. അപ്പം മോഡ്യൂൾ വൈസ് നോക്കാം. ഈ പറഞ്ഞ 6 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഓരോ എടുത്ത് എഴുതിയാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വാല്യുബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകുക. നിങ്ങൾ ഏതൊക്കെ വേറെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നോക്കിയിട്ട് പോവുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട്. ആ ടിക്ക് കാണുമ്പോൾ, ആ ടിക്കിൻ്റെ അളവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക എത്ര തവണ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് 2 എന്നുള്ളതിനെ ഒന്നായിട്ട് കൂട്ടുക, കാരണം ഒരു തവണ ചോദിച്ചതാണ്. 1 2 3 4 5 6 7 8 തവണ. 8 തവണ എന്ന് പറഞ്ഞാൽ ആകപ്പാടെ 6 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, പാർട്ട് ബിയിലും ചോദിക്കാം, പാർട്ട് എയിലും ചോദിക്കാം. അപ്പോൾ അങ്ങനെയും ചില സമയത്ത് ചോദിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇത്രയും തവണയൊക്കെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിസ്സാരമല്ല. എല്ലാ മോഡ്യൂളിൽ നിന്നും ഒരു മെയിനായിട്ടുള്ള ഒരാൾ കാണും, ഒരു സംഭവം കാണും. അത് ഷുവറായിട്ടും ഒരു essay ക്വസ്റ്റ്യൻ പോലെ ചിലപ്പോൾ ചോദിച്ചിരിക്കും. ഇപ്പോൾ മോഡ്യൂൾ 1 എടുക്കുവാണെങ്കിൽ ഈ 3 എണ്ണമാണ് ആ ഒരു കൊമ്പൻ എന്ന് പറയുന്ന സംഭവം. മോഡ്യൂൾ 1ൻ്റെ പ്രോബ്ലം എന്തെന്നാണ്? സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ. സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമ്മൾ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുന്നതും ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അത് വന്നിട്ട് പാർട്ട് ബിയിൽ ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഇതായിരിക്കും ചോദിക്കുന്നത്. ഇത് ഓരോന്നും ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കും. ഇത് 10 മാർക്ക്, ഇത് 10 മാർക്ക്. ഇത് 3 essay ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ അകത്ത് കൂടുതലും 4 ബാർ ആണ് ചോദിച്ചിരിക്കുന്നത്. 4 ബാർ എന്ന് പറയുന്ന സാധനം 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് 1 തവണ എങ്ങോട്ടേ ചോദിച്ചിട്ടുള്ളൂ. ഈ ഡബിൾ സ്ലൈഡർ ക്രാങ്ക് അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത് 3 എണ്ണമാണ് മെയിൻ സാധനങ്ങൾ. ഇതിന് 10 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും നമ്മൾ പാർട്ട് ബിക്കകത്ത് നമ്മൾ പ്രോബ്ലം പഠിക്കുന്നതിന് അത്രയും തുല്യത തന്നെയുണ്ട് ഈ ഒരു വലിയ essay തിയറി ക്വസ്റ്റ്യന്. അപ്പം മോഡ്യൂൾ 1ൽ നിന്ന് ഇത് 3 എണ്ണമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, ശരി. പിന്നെ
ഗ്രഷോഫ്സ് ലോ ചോദിക്കും. ഡിഫൈൻ ഗ്രഷോഫ്സ് ലോ. കമ്പയർ ഹയർ ആൻഡ് ലോവർ പെയർ വിത്ത് ആൻ എക്സാമ്പിൾ. അത് തമ്മിൽ കമ്പാരിസൺ ചോദിക്കാം. പിന്നെ വാട്ട് ഡു യു മീൻ ബൈ എ ഇൻവെർഷൻ ഓഫ് എ മെക്കാനിസം? എക്സ്പ്ലെയിൻ എനി വൺ ഇൻവെർഷൻ ഓഫ് എ 4 ബാർ വിത്ത് സ്കെച്ച്. അതായത് ഇതാണ് സംഭവം, 4 ബാറിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം 3 തവണ, ഈ 3 എന്നുള്ളത് ഒരു തവണ ചോദിച്ചത്, പിന്നെ ഈ 2 ടിക്ക് മാർക്ക് അഡീഷണൽ 2 തവണ ചോദിച്ചിട്ടുള്ളത്, മൊത്തം 3 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് എ 4 ലിങ്ക് മെക്കാനിസം ഹൂസ് ഓൾ ജോയിൻസ് റെവല്യൂട്ട് ആൻഡ് 1 ലിങ്ക് ഈസ് ഫിക്സ്ഡ്. ഇതെങ്ങനെയാണെന്നറിയാമോ? ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ അകത്ത് റെവല്യൂട്ട് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റുന്നത്, ഒരെണ്ണം ഫിക്സ്ഡ് ആണ്, ഇത് ഫിക്സഡ് ആണ്, ഇത് അനങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ്? 3 × n-1 - 2j - h. h എന്ന് പറഞ്ഞാൽ ഹയർ പെയർ ഉണ്ടോ? ഇല്ല. ജോയിൻ്റ് എത്രയാ? 1, 2, 3, 4 ജോയിൻ്റ്. നമ്പർ ഓഫ് ലിങ്ക് 4. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 3 × 4 - 1 - 2 × 4 - 0 എന്ന് പറഞ്ഞ് വരും. ഇത് ചെയ്യാൻ നേരത്ത് കിട്ടുന്നതാണ് എന്തോന്ന്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. തിയറി പാർട്ടിൽ ഞാനിത് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ശരി. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? ട്രാൻസ്മിഷൻ ആംഗിൾ എന്താണ്? അത് ഇമ്പോർട്ടൻ്റാണ്. ഇത് മൊത്തം 3 തവണ ചോദിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ട്രാൻസ്മിഷൻ ആംഗിൾ. മെയിനായിട്ടും ഈ ട്രാൻസ്മിഷൻ ആംഗിളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ അറൺഹോൾഡ് കെനഡീസ് തിയറം റിലേറ്റഡ് ടു ഇൻസ്റ്റന്റേനിയസ് സെൻറ്റർ. കപ്ലർ കർവും ഡ്രോ ഫ്യൂ കപ്ലർ കർവ്സും അത് ഒരു ഇമ്പോർട്ടൻ്റ്. അത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ വേരിയസ് ഇൻവേർഷൻ ഓഫ് സിംഗിൾ സ്ലൈഡർ ക്രാങ്ക് ചെയിൻ വിത്ത് സ്കെച്ച്. അതായത് ഈ സംഭവമാണ് ചോദിച്ചിട്ട്, അത് ഒരു തവണ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, മൊബിലിറ്റി ഓഫ് എ പ്ലാനർ മെക്കാനിസം, ഹൗ ഈസ് ഇറ്റ് ഡിറ്റർമൈൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ജസ്റ്റ് ഒരു ചെറിയ ഈക്വേഷൻ എഴുതി വെച്ചാലും മതി. ഇതിങ്ങനെയാണ്, എന്നിട്ട് ഇത് എന്നു പറഞ്ഞ് ഇതാണ്, ചെയ്താണ്, ഇതാണെന്ന് പറഞ്ഞ് എഴുതി വെച്ചാലും മതി. എന്തെങ്കിലുമൊക്കെ ഫുൾ അറ്റൻഡ് ചെയ്ത് ഇട്ടിരിക്കുക, ഒന്നും വിട്ടുകളയില്ല, എല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. പിന്നെ നെയിമിന് 3 അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മെക്കാനിസം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് മെക്കാനിസം. മെഷീൻ ആൻഡ് മെക്കാനിസത്തിൻ്റെ ഡിഫറൻസ്. പിന്നെ കൈനമാറ്റിക് ഇൻവെർഷൻ എന്താണ്? പിന്നെ ബൈനറി ലിങ്ക്, ടെർണറി ലിങ്ക്, ക്വാർട്ടർണറി ലിങ്ക്. ബൈനറി ലിങ്ക് എന്ന് വെച്ചാൽ 2 ബൈനറി ലിങ്ക്. ടെർണറി എന്ന് വെച്ചാൽ 1, 2, 3 ലിങ്ക്. ക്വാർട്ടർണറി എന്ന് വെച്ചാൽ 4 ലിങ്ക്. ഓക്കെ. ഈ പറയുന്നത് മാത്രം നോക്കിക്കൊണ്ട് പോയാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം ശരി. ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ 1-ൻ്റെ അകത്ത് നിന്ന് മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു 3 essay ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നും 10 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന essay ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിട്ടും 4 ബാറാണ് ഇത്രയും തവണ ചോദിച്ചിട്ടുള്ളത്. സ്ലൈഡർ ക്രാങ്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മുഖ്യത്വം 4 ബാറിന് കൊടുത്ത് പഠിക്കുക, സ്ലൈഡർ ക്രാങ്കും കൂടെ പഠിച്ചു വെക്കുക. ഇത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇതാണ് ആ 3 essay ക്വസ്റ്റ്യൻ. ശരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോഡ്യൂൾ 1. മോഡ്യൂൾ 2-ൻ്റെ അത് തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മോഡ്യൂളിൻ്റെ അകത്തും ഒരു കൊമ്പൻ ക്വസ്റ്റ്യൻ കാണും, ഒരു വലിയൊരു essay ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് മോഡ്യൂൾ 2-ൻ്റെ അകത്തുള്ളത് ഒറ്റ ഒരെണ്ണമാണ്, കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ. ഇത് കണ്ണും പൂട്ടി പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ സെക്കൻഡ് മോഡ്യൂളിൻ്റെ പ്രോബ്ലം പാർട്ട് ബി പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ക്യാമും കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷനും. ക്യാമ് പ്രോബ്ലം, കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ തിയറി. അപ്പം ഇത് 2 എണ്ണമാണ് ചോദിക്കുന്നത്. ഇപ്പം തന്നെ കണ്ടോ, ഇതിൻ്റെ അകത്ത് മൊത്തം 8 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പാർട്ട് ബിയിലും ശരി, എയിൽ ചോദിച്ചാൽ അത് ബിയിലും ചോദിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് മാറി മാറി ചോദിച്ചിട്ടുണ്ട്. കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ. വാട്ട് ഡു യു മീൻ ബൈ പ്രഷർ ആംഗിൾ ഓഫ് എ ക്യാം, പ്രഷർ ആംഗിൾ ഓഫ് എ ഗിയർ, പ്രഷർ ആംഗിൾ ഓഫ് എ ക്യാം, പ്രഷർ ആംഗിൾ ഓഫ് എ ഗിയർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. പിന്നെ കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ്റെ അതിലേക്ക് ഞാൻ വരാം. പിന്നെ ടൈപ്സ് ഓഫ് ഫോളോവേഴ്സ് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ 4 ഫോളോവർ, പിന്നെ നൈഫ് എഡ്ജ്, റോളർ, ഫ്ലാറ്റ് ഫേസ്ഡ്, സ്ഫെറിക്കൽ. അപ്പം അത് പറയുക. മറ്റേ വിയർ ആൻഡ് ടിയർ ലെസ് ആണ്. പിന്നെ മിനിമം സ്ട്രെസ് കമ്പയർഡ് ടു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമോ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതിലേക്ക് നോക്കുക.
പിന്നെ ഗ്രഷോഫ്സ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. പിന്നെ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ അസലറേഷൻ ഓഫ് ദ ക്യാമ്പ് ഫോളോവർ വെൻ ഇറ്റ് ഈസ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ ഒരു സംഭവങ്ങൾ ഇതെല്ലാം വന്നിട്ട് ജസ്റ്റ് ഒരു 3 മാർക്കിന് ചെറിയൊരു പ്രോബ്ലം പോലെ ചോദിക്കുന്ന, മറ്റേ കഴിഞ്ഞ മോഡലിനകത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം ചോദിക്കുന്ന പോലെ ഇതിനകത്ത് ചോദിക്കുന്നതാണ് ഈ ഒരു സംഭവം. അതായത് ഞാൻ ക്യാമ്പ് പഠിപ്പിക്കാൻ നേരത്ത് ഞാൻ സെപ്പറേറ്റ് അത് പറഞ്ഞായിരുന്നു. അതായത് ഓരോ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിനും വന്നിട്ട് ഓരോ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷനും മാക്സിമം അസലറേഷൻ്റെ ഇക്വേഷനും ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷനിൻ്റെ മാക്സിമം അസലറേഷൻ്റെ ആ ഒരു ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് എഴുതിയാൽ മതി. മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയാൽ മതി. ഡ്യൂറിങ് ഔട്ട് സ്ട്രോക്ക്, ഡ്യൂറിങ് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഇത് എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി വെൻ ദ ക്യാമ്പ് ഫോളോവർ മോഷൻ ഇസ് സൈക്ലോയിഡ് ഇൻ നേച്ചർ. സൈക്ലോയിഡൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിൻ്റെ അകത്തെ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. അങ്ങനത്തെ ജസ്റ്റ് ചോദ്യം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇതിൻ്റെ അകത്ത്. ആ വീഡിയോക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനിയിപ്പം ഗ്രഷോഫ്സ് ലോ പറയാം. ഇതാണ് സംഭവം. C+D ലെസ് ദാൻ ഓർ ഈക്വൽ ടു A+B. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ എ എന്ന് പറയുന്ന സൈഡ്, ഇതിപ്പോൾ ബി എന്ന് പറയുന്ന സൈഡ്, ഇതിപ്പോൾ സി എന്ന് പറയുന്ന സൈഡ്, ഇതിപ്പോൾ ഡി എന്ന് പറയുന്ന സൈഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫിഗർ ഇങ്ങനെ വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെയാണെന്നിരിക്കട്ടെ. ഇത് എ, ഇത് സി, ഇത് ഡി, ഇത് ബി എന്ന് പറഞ്ഞിരിക്കട്ടെ. ഓക്കെ, അപ്പം ഷോർട്ടസ്റ്റ് ലിങ്ക്, ഇതിൻ്റെ അകത്ത് ഷോർട്ടസ്റ്റ് ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ കാണുമ്പോൾ തോന്നുന്നതാ സി. ഇതാണ് സി, ഷോർട്ടസ്റ്റ് ലിങ്ക്. സി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ലിങ്ക്. ഓക്കെ, ഒരു 4 ബാർ മെക്കാനിസത്തിൽ ഷോർട്ടസ്റ്റ് ലിങ്ക് സി. ഡി എന്ന് പറയുന്നത് ഇത് ലോങ്ങസ്റ്റ് ലിങ്ക്. ഈ ലിങ്ക് ഉള്ളതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് ലിങ്ക് ഡി ആണ്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ലിങ്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായോ? ഷോർട്ടസ്റ്റ് ലിങ്ക് ആയിട്ട് ഒരു 4 ബാർ മെക്കാനിസത്തിലെ ഷോർട്ടസ്റ്റ് ലിങ്ക് ആയിട്ടുള്ള സിനെയും ലോങ്ങസ്റ്റ് ലിങ്ക് ആയിട്ടുള്ള ഡിനെയും കൂട്ടിയാൽ അത് ബാലൻസ് ഉള്ള 2 ലിങ്കില്ലേ, എ എന്ന് പറയുന്ന ലിങ്കും ബി എന്ന് പറയുന്ന ലിങ്കും, ബാലൻസ് ഉള്ള 2 ലിങ്കില്ലേ, അത് കൂട്ടുന്നതിന് ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരു ലിങ്കിലെ ഷോർട്ടസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നതിന് ഇപ്പോൾ സി ആയിട്ട് എടുത്തു. സി ഇസിക്കൽ ഷോർട്ടസ്റ്റ് ലിങ്ക്. ആ ഒരു 4 ബാർ മെക്കാനിസത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ലിങ്ക് ഡി ആയിട്ട് എടുത്തു. ഡി ഇസിക്കൽ ലോങ്ങസ്റ്റ് ലിങ്ക്. അപ്പം ഈ ചെറുതിനെയും ഈ വലുതിനെയും കൂടെ കൂട്ടുന്നത് മിച്ചമുള്ള 2 ലിങ്കില്ലേ, എയും ബിയും, മിച്ചമുള്ള 2 ലിങ്കിനെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സമ്മിനെക്കാളും ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും. അതാണ് ഗ്രഷോഫ്സ് ലോ. അതാണ് എന്തോന്ന് ഗ്രഷോഫ്സ് ലോ. അത് മോഡ്യൂൾ 1-ൻ്റെ അകത്തും ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്. സെക്കൻഡ് മോഡ്യൂളിൽ പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇതാണ് കണ്ടീഷൻ. C+D ലെസ് ദാൻ ഓർ ഈക്വൽ ടു A+B. അതിൻ്റെ അകത്ത് ഒരു 4 ബാർ മെക്കാനിസത്തിലെ സി എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ലിങ്ക്, ഡി എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ലിങ്ക്, എ എന്ന് പറയുന്നത് വൺ ഓഫ് ദ റിമൈനിങ് 2 ലിങ്ക്. ഇപ്പം മിച്ചമുള്ള 2 ലിങ്കിൻ്റെ അകത്തെ ഒരു ലിങ്കാണ് എ, വൺ ഓഫ് ദ റിമൈനിങ് 2 ലിങ്ക്, അതാണ് എ. ബി എന്ന് പറയുന്നത് ദ റിമൈനിങ് ലിങ്ക്. ഓക്കെ, C+D ലെസ് ദാൻ ഓർ ഈക്വൽ ടു A+B. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ മെക്കാനിസം ടു ഹാവ് അറ്റ്ലീസ്റ്റ് 1 ലിങ്ക് ദാറ്റ് ക്യാൻ മേക്ക് എ കംപ്ലീറ്റ് റൊട്ടേഷൻ. അതേ ഉള്ളൂ ഗ്രഷോഫ്സ് ലോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ കൊമ്പനിലേക്ക് വരാം. കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അസലറേഷൻ. എൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ല, അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചത്. കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അസലറേഷൻ ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഇത്രേ ഉള്ളൂ. അതായത് ഒരു ബുക്ക് എടുക്കുവാണെങ്കിൽ ആ ബുക്കിൻ്റെ ഇത്രേ വരത്തുള്ളൂ. ഇത് ജസ്റ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ പറയാം. ഇതാണ് അതിൻ്റെ ആ ഒരു ഡയഗ്രാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. അപ്പം താഴെ ഇങ്ങനെ ഫിക്സഡ് ഇങ്ങനെ കൊടുക്കുക, നേരെ ഒരു ലൈൻ വരയ്ക്കുക. ഇതിവിടെ ഇങ്ങനെ എന്നാ പറയുന്നത്, ഇതിവിടെ ഇങ്ങനെ സ്ലൈഡർ ഇരിക്കും. അപ്പോൾ പി എന്ന് പറയുന്ന സംഭവം ഇത്രയും ദൂരം ഇങ്ങോട്ട് നീങ്ങി, പി ഡാഷിലേക്ക് നീങ്ങി. അതാണ് ആ നീങ്ങിയ ഡിസ്റ്റൻസിനെയാണ് ഞാൻ ഡി തീറ്റ എന്ന് പറഞ്ഞ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു ഒമേഗ ഉണ്ട്. അപ്പോൾ നീങ്ങാൻ നേരത്ത് ഈ ബി സ്ലൈഡർ അല്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്ന സാധനം. അപ്പോൾ ഇവിടെ നിന്ന് വരെ പോകുന്ന ഡിസ്റ്റൻസിനെ വി ഡി ടിന്ന് എടുത്തു. അതിങ്ങോട്ട് നീങ്ങിയിട്ട് ഇതിങ്ങനെ പോകുന്നതിനെ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇതാണ് ആ ഒരു ചെറിയൊരു ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക എങ്ങനെ വരയ്ക്കേണ്ടതെന്ന്. പി എന്ന് പറയുന്ന സാധനം ഇത്രയും ദൂരം മാറി, ആ മാറിയ ദൂരമാണ് ഡി തീറ്റ. ഇവിടെ ഒരു ഒമേഗ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സ്ലൈഡറാണ്. ഇത് മണ്ടക്കോട്ടും താഴോട്ടും ഇങ്ങനെ നീങ്ങും. ഓക്കെ, ഇങ്ങനെ നീങ്ങും.
അപ്പം ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയപ്പം ഇതിങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ നീങ്ങിയതിനെയാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പോയിന്റിനെയാണ് കോയിൻസിഡൻറ്റ് പോയിന്റ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനെ നമ്മൾ ബി എന്ന് എടുത്തു, കോയിൻസിഡൻറ്റ് പോയിന്റ് സി എന്ന് എടുത്തു, ഈ നീങ്ങിയ ആംഗിൾ ഡി തീറ്റ എന്ന് എടുത്തു, ഇത് ഒമേഗ, ഇത് മണ്ടക്കോട്ട് വെലോസിറ്റി മണ്ടക്കോട്ടാണ്, ഇത് പി എന്ന് പറഞ്ഞ ഡയറക്ഷൻ, ഇത് ഇങ്ങോട്ട് മാറിയത് പി ഡാഷ് എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ എഴുതി. സൈഡർ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ ഇത് മണ്ടക്കോട്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ മണ്ടക്കോട്ട് നീങ്ങിയ ദൂരം, അങ്ങനെയാണ് ഇതിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഡയഗ്രാം ശരിക്കും പാസ് ചെയ്തിട്ടാണെങ്കിൽ ഇത് വരച്ചൊന്ന് മനസ്സിലാക്കിയ ശേഷം ഇതെല്ലാം ഞാൻ ഡ്രൈവ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് എഴുതുക. ഇതാണ് കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ്റെ എന്തോന്ന് ഡെഫിനിഷൻ. ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ ഓഫ് ദ സ്ലൈഡർ ബി വിത്ത് റെസ്പെക്ട് ടു ദ കോയിൻസിഡൻറ്റ് പോയിന്റ് സി ഓൺ ദ ലിങ്ക് ഈസ് നോൺ ആസ് കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, ഇനിയിപ്പം കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ എങ്ങനെയാണ് ഒക്യൂർ ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഒക്യൂർസ് എന്ന് പറഞ്ഞ് ചോദ്യത്തിലുണ്ട്. അപ്പം അതിൻ്റെ ഇതാണ്, ഇറ്റ് ഒക്യൂർസ് വെൻ എ പോയിന്റ് ഓൺ എ റൊട്ടേഷൻ ലിങ്ക് മൂവ്സ് റിലേറ്റീവ് ടു ദ ലിങ്ക്. അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദ റിലേറ്റീവ് മോഷൻ ഈസ് ടാൻജൻഷ്യൽ ടു ദ റൊട്ടേഷൻ. അതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെ അതിന് എക്സാമ്പിൾ ക്രാങ്ക് ആൻഡ് സ്ലോട്ടഡ് ലെവർ മെക്കാനിസം ആണ്. പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ എക്സാമ്പിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം വിത്ത് റേഡിയൽ സ്ലോട്ട്സ്. ഓക്കെ, പിന്നെ ഡെറിവേഷൻ, ഇതാണ് ഡെറിവേഷൻ. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. ഇത് കണ്ടോ, എ സി ഈസ് ഈക്വൽ ടു 2v ഒമേഗ എന്ന് എഴുതിയിട്ടില്ലേ. ഇതാണ് കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ. 2v ഒമേഗയാണ് ഇക്വേഷൻ. ഒമേഗ ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് ലിങ്ക്. ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിലേ വരത്തുള്ളൂ. ഇനിയിപ്പം വി എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ഓഫ് സ്ലൈഡർ. പിന്നെ ടു ഫൈൻഡ് ഡയറക്ഷൻ. ടു ഫൈൻഡ് ഡയറക്ഷൻ ഈ ഒരു പടമാണ്. ഇത് ഈ ഒരു 4 പടമാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല, O2A 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 അത് വരയ്ക്കുക. എന്നിട്ട് വെലോസിറ്റി രണ്ടെണ്ണം മണ്ടക്കോട്ടായിരിക്കുമ്പോൾ ഒമേഗ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയാണ് ഈ ഡയറക്ഷൻ. ഒമേഗ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും ഈ ഡയറക്ഷൻ. ഇനിയിപ്പം വി താഴോട്ടാവുമ്പം ഒമേഗ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഒമേഗ എങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം മൊത്തത്തിൽ പറയാം. അതായത് നമ്മളോട് കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ്റെ ഡെഫിനിഷൻ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു പടം വരച്ചു വെക്കുക, എന്നിട്ട് ഈ ഒരു ഇത് എഴുതുക. സപ്പോസ് ഡെറിവേഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു പടം വരയ്ക്കുക, എന്നിട്ട് ഈ ഒരു ഡെറിവേഷൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഒരു ഡെറിവേഷൻ എഴുതുക. ഓക്കെ, ഇനിയിപ്പം ഹൗ ഇറ്റ് ഒക്യൂർസ് എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ ഈ 2 പോയിന്റും അതിൻ്റെ 2 എക്സാമ്പിളും എഴുതുക. ഇനിയിപ്പം ഇതൊന്നും അല്ല, കോറിയോളിസ് കമ്പോണന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു 4 പടം വരച്ചു വെക്കുക ടു ഫൈൻഡ് ഡയറക്ഷൻ. ഇപ്പം മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ മാത്രം എഴുതി വെച്ചിട്ട് ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് ലിങ്ക് ആണ്, വി എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ഓഫ് സ്ലൈഡർ ആണ് എന്നും പറഞ്ഞ് ഈ ഒരു ഇക്വേഷൻ മാത്രം എഴുതി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാനിങ്ങനെ കാണിച്ചത്. ഇതെല്ലാം ഡ്രൈവിലുണ്ട്. ഡ്രൈവിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഫോട്ടോ തന്നെ എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ പറ്റും. എളുപ്പമാണ്, വേറൊന്നുമില്ല. അപ്പം സെക്കൻഡ് മൊഡ്യൂൾ അതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റാണ്. മൊഡ്യൂൾ 3 നോക്കാം. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പ്രോബ്ലം പഠിപ്പിക്കാൻ നേരത്തും പറഞ്ഞായിരുന്നു. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ കുറേ സെറ്റ് ഓഫ് ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഗിയറിൻ്റെ നോക്കാം. അതുപോലെ തന്നെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ്റെ ഒരു ഇത് മനസ്സിലാക്കി നമ്മൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ അതും കൂടെ ചെയ്യാം. അങ്ങനെ ഗിയർ ട്രെയിനും ഗിയറുമാണ് പാർട്ട് ബിയിലെ ഒരു ഓവറായിട്ടുള്ളായിരുന്നത്. ഇനിയിപ്പം തിയറീസ് എടുക്കുവാണെങ്കിൽ ഞാൻ നോക്കിയതിനകത്ത് ഏതാണ്ട് മൊഡ്യൂൾ 3ലാണ് അത്യാവശ്യം കുറേ തവണ ഇങ്ങനെ കുറേ ചോദിച്ചിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഗിയറിംഗ്. ഇത് മൊത്തം 3 തവണ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഗിയറിംഗ്, പിന്നെ റൈറ്റ് ഷോർട്ട് ഓൺ ടാസ്ക് ഓഫ് കൈനമാറ്റിക് സിന്തസിസ്, പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ. അത് പറഞ്ഞാൽ സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് വെച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. How does undercutting occur and what are its potential consequences on gear performance? Okay,
ഫങ്ഷൻ ജനറേഷൻ, പാത്ത് ജനറേഷൻ, മോഷൻ ജനറേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു നോട്ടബിൾ ആണ്, ചില സമയത്ത് ചോദിക്കാറുണ്ട്. പിന്നെ പ്രിസിഷൻ പോയിന്റ്, അക്യുറസി പോയിന്റും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രക്ചറൽ എറർ ചോദിക്കാറുണ്ട്. പിന്നെ ഇന്റർഫറൻസ് ഇൻ ഗിയർസ്, അത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്റർഫറൻസ് ഇൻ ഗിയർസ്. ടൈപ്പ് സിന്തസിസ്, ഡയമെൻഷൻ സിന്തസിസ്, നമ്പർ സിന്തസിസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫ്രൂഡൻസൈൻ ഇക്വേഷൻ, അതിന്റെ ഡെറിവേഷൻ ആണ് ചോദിക്കുന്നത്. പിന്നെ പ്രഷർ ആംഗിൾ ഫോർ ഗിയർ, പ്രഷർ ആംഗിൾ ക്യാം. പ്രഷർ ആംഗിൾ ഫോർ ഗിയർ ഇവിടെ ഉണ്ട്, സെക്കൻഡ് മോഡ്യൂളിൻ്റെ അകത്തുണ്ട്. പ്രഷർ ആംഗിൾ ഓഫ് എ ക്യാം, പ്രഷർ ആംഗിൾ ഫോർ എ ഗിയറും ചോദിക്കാം, പ്രഷർ ആംഗിൾ ഫോർ എ ക്യാമും ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻവല്യൂട്ട് ഗിയർ ടീത്ത് പ്രൊഫൈൽ ഓവർ സൈക്ലോയിഡ് പ്രൊഫൈൽ. പിന്നെ ഓവർലേ മെത്തേഡ് ഓഫ് സിന്തസിസ്, ഓവർലേ മെത്തേഡ് ഓഫ് സിന്തസിസ്. പിന്നെ ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് ഗിയർസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം എല്ലാ മോഡ്യൂളിലും ഒരു കൊമ്പനെ പറയുന്ന പോലെ മൊഡ്യൂൾ 3 കൊമ്പനെ പറയുവാണെങ്കിൽ ലോ ഓഫ് ഗിയറിംഗ്, അതേപോലെ തന്നെ ഫ്രൂഡൻസ്റ്റൈൻ ഇക്വേഷൻ, ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് ഗിയറിങ്ങും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കണം. പിന്നെ ഇതിനെല്ലാത്തിനും അപ്പുറം ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് നമ്മളൊന്ന് വരയ്ക്കാൻ പഠിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ഗിയർ ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് അഡണ്ടം, ഡിഡണ്ടം, ടോട്ടൽ ഡെപ്ത്, ക്ലിയറൻസ് വർക്കിംഗ് ഡെപ്ത്, സർക്കുലർ പിച്ച്, ടൂത്ത് സ്പേസ്, ടൂത്ത് തിക്നെസ്, വർക്കിംഗ് ഡെപ്ത്, അഡണ്ടം സർക്കിൾ, ടോപ്പ് ലാൻഡ്, ഫ്ലാങ്ക്, അതൊക്കെ വന്നിട്ട് ചോദിക്കും. ഫ്ലാങ്ക് ഒക്കെ ചോദിക്കും. ഇത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഈ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ബാക്കി എല്ലാം തന്നെ തിയറി പാർട്ട് നോക്കുന്ന പോലെ ഇതും കൂടെ വരച്ച് നമുക്ക് എന്തോന്നാണ് അതൊന്ന് സെറ്റാക്കിക്കൊണ്ട് പോവുക. ഒന്നുമില്ലെങ്കിൽ ഇത് മൈൻഡിലെങ്കിലും വെക്കുക. ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ. ഒരു തവണ വേറെ പ്രോബ്ലം ഒന്നും ചോദിക്കാതെ അവർ ഡയറക്റ്റ് എന്തോന്ന് ചോദിച്ചു, ഇത് കയറി ചോദിച്ചു. അതായത് ഇത് ജസ്റ്റ് വരച്ച് വെച്ചാൽ മതിയായിരുന്നു. അതറിയാമെങ്കിൽ അത് ഫുൾ മാർക്കും കിട്ടിയാൽ. ജസ്റ്റ് ഇതിങ്ങനെ വരയ്ക്കുക, ഗിയർ വരയ്ക്കുക, എന്നിട്ട് ഓരോന്നും ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി വിടുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈവിലെല്ലാം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി അത് എടുത്താൽ മതി. യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നെയിമിംഗ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കാം. അപ്പം എളുപ്പം കാണും. ഓക്കെ, താങ്ക് യു. ഫോർത്ത് മോഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ എന്താണ് പാർട്ട് ബി പറഞ്ഞു. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ലൈഡർ ക്രാങ്കിൻ്റെ ആ ഒരു ചോദ്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. കഴിഞ്ഞ 6 തവണ അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ടായിട്ട് നമുക്ക് എന്തൊക്കെ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മോഡലിനകത്ത് കൊമ്പം ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ ഇതാണ് കൊമ്പം ക്വസ്റ്റ്യൻ. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് ഷിപ്പ്, ഒരു എസ്എ ലെവല്, അതായത് ഒരു 7 മാർക്കിനെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതൊക്കെ. ഓരോന്ന് 7 മാർക്കിനാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് ഷിപ്പ് അതൊന്ന് പഠിച്ചു വെക്കുക. ആ എഫക്ട്സ്, ഷിപ്പിൻ്റെ എഫക്ട്സ്. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് പ്ലെയിന് അത് പഠിച്ചു വെക്കുക. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് 4 വീലർ അതൊന്ന് പഠിച്ചു വെക്കുക. ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് 2 വീലർ. അങ്ങനെ ഈ ഒരു 4 ഐറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും ചോദിക്കുന്നത് ഷിപ്പ്, പ്ലെയിന്. ഈ 4 വീലറും 2 വീലറൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ മിക്കപ്പോഴും ചോദിക്കാറുള്ളൂ. മെയിനായിട്ട് ഷിപ്പും പ്ലെയിനും. ഇനിയിപ്പം ക്വസ്റ്റ്യൻ നോക്കാം. എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂറിങ് റോളിംഗ് ഓഫ് എ നാവൽ ഷിപ്പ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഒരു തവണ. അതേസമയം ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഓഫ് സീ വെസൽസ് എന്നും പറഞ്ഞും ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും മീൻ ചെയ്യുന്ന ഏതിനെയാണ്? ഷിപ്പിനെയാണ്. അപ്പം അത് നമ്മൾ ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഓഫ് ഇൻപുട്ട് ടോർക്ക് ഇൻ എ മെക്കാനിസം ഇസ് നോട്ട് ഗിവൺ, ദെൻ റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഡ്രോയിങ് ഫ്രീ ബോഡി ഡയഗ്രാംസ്. Write down the conditions for equilibrium of 2 and 3 force members. Conditions for a body to be in equilibrium under the action of 3 force and 2 force and a torque. 2 force, 3 force, 2 force and a torque. ഇതൊരു സൂപ്പർ ചോദ്യങ്ങളാണ്. ഇതിനൊരു PDF ഉണ്ട്. ഞാൻ ആ PDF അറ്റാച്ച് ചെയ്യാം.
ഡിസ്ക്രിപ്ഷനിലും അത് കൊടുക്കാൻ മെൻഷൻ ചെയ്തിട്ട്. എന്തിനാണ് സംഭവം എന്ന് വെച്ചാൽ, ഇതുപോലെ കുറച്ച് ഒരു ഐറ്റംസ് ഉണ്ട്. 2 3 ഫോഴ്സ് മെമ്പർ, 3 ഫോഴ്സും 2 ഫോഴ്സും അതിൻ്റെ ടോർക്ക്, പിന്നെ 2 ഫോഴ്സും 3 ഫോഴ്സും 2 ഫോഴ്സ് അതിൻ്റെ ടോർക്ക്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്നിങ്ങനെ പടം വരച്ചിട്ട് അതിൻ്റെ കണ്ടീഷനും കൂടെ എഴുതി പഠിക്കുന്ന ഒരു സംഭവം. അതൊരു 3 സെറ്റ് ഉണ്ടാകും. ഒരു 3 സെറ്റ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മതി. ഒരു PDF ഉണ്ട്, ഞാനത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിപ്പോൾ തന്നെ മൊത്തം ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. പിന്നെ സ്പിന്ന്, പ്രസിഷൻ, ഗൈറോസ്കോപ്പിക് പ്ലെയിൻ, ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പറയുന്നതിന് അത്രയും തുല്യത ഇതിനുമുണ്ട്. കാരണം മിക്കപ്പോഴും ചോദിച്ചു. ഇത് കണ്ടോ, 1 2 3 4 5 മൊത്തം 5 തവണയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സ്പിന്ന്, പ്രസിഷൻ ആൻഡ് ഗൈറോസ്കോപ്പിക് പ്ലെയിൻ, ഇതിനെപ്പറ്റി ചോദിക്കും. പിന്നെ ചോദിക്കാവുന്ന വേറൊരു സാധനമാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ എങ്ങനെ ഫ്രൂഡിൻസ്റ്റൈൻ ഇക്വേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഷുവറായിട്ട് ചോദിക്കാം. ഇതൊരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ആൻഡ് സെൻട്രൽ 4 വീൽഡ് വെഹിക്കിൾ, അതായത് ഈ സംഭവം. പിന്നെ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്താണ്, വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, തിയറിയാണ്, അതൊക്കെ സെറ്റാക്കുക. ഹൗ ഡു യു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഫ്രിക്ഷൻ അറ്റ് സ്ലൈഡിംഗ് പിയേഴ്സ് ഫോർ ഫോഴ്സ് അനാലിസിസ്, ഗീവ് എക്സാമ്പിൾ, അതൊക്കെ നോക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ChatGPTയോ അല്ലെങ്കിൽ AI അങ്ങനെ കമ്പയർ ചെയ്ത്, ഇപ്പോൾ ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്, പിന്നെ വാട്സാപ്പിൻ്റെ അകത്ത് മെറ്റ AI ഉണ്ട്. ഇപ്പോൾ ഈ 3 എണ്ണത്തിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഷോർട്ട് ആൻഡ് സിമ്പിളായിട്ടും അത്യാവശ്യം കണ്ടൻറ്റുമായിട്ട് ഏതിലാണോ നന്നായിട്ട് തരുന്നത് അതിനെ ജസ്റ്റ് എടുത്ത് എഴുതി വെച്ച് പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എഫക്റ്റ് ഓഫ് ഗൈറോസ്കോപ്പിക് കപ്പിൾ ഓൺ ദ മോഷൻ ഓഫ് ആൻ എയർക്രാഫ്റ്റ് വൈൽ ടേക്കിംഗ് എ ടേൺ, അത് എന്തോന്ന്, പ്ലെയിനിൻ്റെ, അതിൻ്റെയാണ് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫ്രിക്ഷൻ സർക്കിൾ. അപ്പം ഇതൊക്കെയാണ് എന്തോന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂൾ 4-ലെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്ക് തിയറി പാർട്ടെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഈ 2 ഫോഴ്സ് 3 ഫോഴ്സ് അതിൻ്റെ ആ ഒരു കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം ഇതിൻ്റെ ഒരു PDF ഉണ്ട്, ഞാൻ അറ്റാച്ച് ചെയ്യാം. പിന്നെ സ്പിന്ന്, പ്രസിഷൻ, ഗൈറോസ്കോപ്പിക് പ്ലെയിൻ അത് നോക്കണം. വിർച്വൽ വർക്ക് അത് നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്താണ്, അതിൻ്റെ അത് നോക്കുക. ജസ്റ്റ് ഈ ടിക്കറ്റിരിക്കുന്നതൊക്കെ മെയിനായിട്ട് നോക്കിയിട്ട് പോവുക. ഈ ഒരു PDF, ഇത് പിന്നെ ഇത് ഗൈറോസ്കോപ്പിക് എഫക്റ്റ് ഷിപ്പ്, പ്ലെയിന്, 4 വീലർ, 2 വീലർ. എൻ്റെ അത് ഷിപ്പും പ്ലെയിനും മസ്റ്റായിട്ട് നോക്കണം. ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും ചോദിക്കും. ഒരു 7 മാർക്കിന് 5 മാർക്കിനോ പാർട്ട് ബിയിൽ വല്ല സബ് ക്വസ്റ്റ്യനായിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. മോഡ്യൂൾ 4 അത്രേ ഉള്ളൂ. താങ്ക് യു. മോഡ്യൂൾ 5-ൻ്റെ തിയറി ക്വസ്റ്റ്യൻസിലേക്ക് വന്നു. മോഡ്യൂൾ 5 എന്ന് തന്നെ അറിയാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിങ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ ചോദിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിങ് 1 2 3 4 5 മൊത്തം 5 തവണയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അതായത് 6 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതിൻ്റെ അകത്ത് 5 തവണയും ചോദിച്ചിട്ടുണ്ട് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിങ്. ഓക്കെ, റൈറ്റ് കണ്ടീഷൻസ് ഫോർ ബാലൻസിങ് ഓഫ് പ്രൈമറി ഫോഴ്സസ് ഇൻ മൾട്ടി സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ എല്ലാത്തിനകത്തും കൊമ്പം ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ മോഡ്യൂൾ 5-ൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന കൊമ്പം ക്വസ്റ്റ്യൻ എന്നാന്ന് വെച്ചാൽ, 1 കണ്ടീഷൻസ് ഫോർ ബാലൻസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 2-3 സെറ്റ് ചോദിക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. റെസിപ്രോക്കേറ്റിംഗ് മാസസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സംഭവം ചോദിക്കാം. അതൊരു സെറ്റ്. അതുപോലെ തന്നെ പാർഷ്യൽ ബാലൻസിങ്ങിൻ്റെയും ചോദിക്കാം. പാർഷ്യൽ ബാലൻസിങ് ഓഫ് ലോക്കോമോട്ടീവ്സ്, പാർഷ്യൽ ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് എന്ന് പറഞ്ഞിട്ട്. പ്രൂവ് ദാറ്റ് ദ റിസൾട്ടന്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് മാക്സിമം വെൻ ഹാഫ് ഓഫ് ദ റെസിപ്രോക്കേറ്റിംഗ് മാസസ് ബാലൻസ്ഡ് ബൈ റൊട്ടേറ്റിംഗ് മാസസ്. വാട്ട് ഡു യു മീൻ ബൈ ഹാമർ ബ്ലോ ഫോർ ആൻ അൺകപ്പിൾഡ് 2 സിലിണ്ടർ ലോക്കോമോട്ടീവ് എഞ്ചിൻ? ഹാമർ ബ്ലോനെ പറ്റി ഒരു തവണ ചോദിച്ചിട്ടുള്ളത്. Consequences of inadequate balancing in a single cylinder engine's operation. പിന്നെ എഫക്ട്സ് ഓഫ് പാർഷ്യൽ ബാലൻസിങ് ഓഫ് ലോക്കോമോട്ടീവ്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എഫക്ട്സ് ഓഫ് പാർഷ്യൽ ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. മൊത്തം എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്? 1 2 3 4 മൊത്തം 4 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ്. അതുപോലെ സ്റ്റാറ്റിക് ബാലൻസിങ്ങും ഡൈനാമിക് ബാലൻസിങ്ങും ഒന്നും അറിയത്തില്ലെങ്കിൽ ഇതൊക്കെ മുക്കി പഠിച്ചിട്ട് പോവുക. സ്റ്റാറ്റിക് ബാലൻസിങ്ങും ഡൈനാമിക് ബാലൻസിങ്ങും ഒന്നും എടുത്തു വെച്ച് എഴുതാൻ പറ്റിയില്ലെങ്കിലും സ്റ്റാറ്റിക് ബാലൻസിങ് ഡൈനാമിക് ബാലൻസിങ് കാണാപ്പാടെ അറിയാമെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ടുള്ളതാണ്.
വാട്ട് ഡു യു മീൻ ബൈ പ്രൈമറി ആൻഡ് സെക്കൻഡറി അൺബാലൻസ് ഇൻ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസ്? അത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ചോദിക്കുമെന്ന്, അതുപോലത്തെ സംഭവം ഇത്. കണ്ടീഷൻസ് ഫോർ അച്ചീവിങ് ദ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ്. അതായത് സ്റ്റാറ്റിക്കിൻ്റെ സെയിം പ്ലെയിനും ഉണ്ട്, ഡിഫറെൻറ്റ് പ്ലെയിനും ഉണ്ട്. MR = M1R1 ഇതാണ് കണ്ടീഷൻ ഫോർ ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇൻ സെയിം പ്ലെയിൻ. ഇനിയിപ്പം കണ്ടീഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ MR = M1R1 + M2R2 എന്ന് പറഞ്ഞു വരും. കണ്ടീഷൻ ഓഫ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലേ ഇത്. ഇനി ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ട്. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് MRL2 എന്ന് പറയുന്നത് M1R1 L1 + L2 × L1 + L2 അങ്ങനെ വരും. സ്റ്റാറ്റിക് ബാലൻസിങ്ങിൻ്റെയും ഡൈനാമിക് ബാലൻസിങ്ങിൻ്റെയും കണ്ടീഷൻ. ഓക്കെ, കണ്ടീഷൻ പുരിഞ്ഞതാ? ശരി. പിന്നെ ബാലൻസിങ് ഓഫ് V എഞ്ചിൻ ചോദിക്കും 7 മാർക്കിന്. ബാലൻസിങ് ഓഫ് 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ, അത് ഏതായാലും തിയറിയാണിത്. ഓക്കെ. ഡസ് എ റോട്ടർ സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് റിക്വയർ ഡൈനാമിക് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഇതൊരു ചോദ്യം. ഇങ്ങനെ ഒരു 15 ചോദ്യമാണ് 5th മോഡ്യൂളിൽ നിന്ന് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം ഇത് ചോദിച്ചിരിക്കുന്നത് തന്നെ ചിലപ്പോൾ ഇനിയിപ്പം ഒരു പക്ഷേ കൂടെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ റിപ്പീറ്റ് അടിക്കാത്തതൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് അടിച്ചേക്കാം. സോ നോക്കുക, എല്ലാ മോഡ്യൂളിലും ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒന്ന് ശരിക്കും വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോവുക. കൊമ്പൻ ക്വസ്റ്റ്യൻസ് എല്ലാം ശരിക്കും ഒന്ന് അറിഞ്ഞ് നോക്കുക. കൊമ്പൻ അല്ലാത്തതിനെയും നോക്കുക, കൊമ്പൻ ആയിട്ടുള്ളതിനെ ശരിക്കും പ്രയോറിറ്റി കൊടുത്ത് ആദ്യം നോക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ എത്ര തവണ ചോദിച്ചിരിക്കുന്നതെന്ന്. 3rd മോഡ്യൂളിൻ്റെ അകത്താണെങ്കിൽ ലോ ഓഫ് ഗിയറിങ്, ഫ്രോൺസ്റ്റൈൻ ഇക്വേഷന്, പിന്നെ മറ്റേ ആ ഫ്ലാഗും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ പഠിക്കുന്നത് അത്, പിന്നെ 4th മോഡ്യൂളിലെ ഷിപ്പ്, പ്ലെയിന്, പ്രിൻസിപ്പൾ ഓഫ് വർക്ക്, അതൊക്കെ. പിന്നെ 5th മോഡ്യൂളിൻ്റെ അകത്താണെങ്കിൽ ഇതൊക്കെ നോക്കിക്കൊള്ളുക. 5th മോഡ്യൂളിൻ്റെ കൊമ്പൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റേ ഇതാണ്, എഫക്ട്സ് ഓഫ് പാർഷ്യൽ ബാലൻസിങ് ഓഫ് ലോക്കോമോട്ടീവ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് എൻജിൻസ് എന്ന് പറഞ്ഞും ചോദിച്ചേക്കാം. ഓക്കെ, PDF ഉണ്ട്, ഞാൻ അറ്റാച്ച് ചെയ്യാം ഡ്രൈവ് ലിങ്കിൽ. അപ്പോൾ അത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് തന്നെ പഠിച്ചിട്ട് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ കാണിച്ചു തന്ന 1st മോഡ്യൂളിൽ നിന്ന് 2nd മോഡ്യൂളിൽ നിന്ന് 3rd മോഡ്യൂൾ 4th 5th ഇതിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഹൈ പ്രിയോറിറ്റി ഉള്ളതും പറഞ്ഞു, അല്ലാത്തതും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പോസ് ചെയ്തിട്ടാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് പോവുക. വേറെ നിങ്ങൾ വലുതായിട്ട് മെനക്കെടേണ്ടതൊന്നും വരത്തില്ല. കാരണം മിക്കതും തന്നെ ഞാൻ ഡ്രൈവ് ലിങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതലും എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് പോയാൽ തന്നെ, അത് ഞാൻ പഠിപ്പിച്ചത് മാത്രം, തിയറി എന്നല്ല, പ്രോബ്ലം എന്നല്ല, മോമിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ അകത്ത് കിടക്കുന്നത് തന്നെ നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഷുവറായിട്ട് ജയിക്കാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടായിരിക്കാം. ഓരോ കണക്കും ഒരു 2 തവണ വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയാൽ തന്നെ ഷുവറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഡൗട്ട് വരും. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുക. ആരെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കുന്ന സാർമാരെല്ലാം ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ വലിയ സാറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു എഫേർട്ട് എടുത്തു. ആ എഫേർട്ട് എടുത്തപ്പോൾ മനസ്സിലായി മോമ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല, വളരെ സിമ്പിളാണ്. പ്രാക്ടീസ് ചെയ്താലും കറക്റ്റ് അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാലും നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മോമ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഏതൊരു സബ്ജക്റ്റും പഠിക്കുക. എന്നിട്ട് സെൽഫ് സ്റ്റഡി ചെയ്ത് തന്നെ എടുക്കുക. പിന്നെ ഡൗട്ടുള്ളതെല്ലാം മാക്സിമം സാർമാരോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് വെച്ചോളുക. പ്രാക്ടീസ് ചെയ്തേ നമുക്ക് കിട്ടത്തുള്ളൂ. സ്പീഡും ടൈമിങ്ങും പെട്ടെന്ന് തലയ്ക്കകത്ത് അടുത്തടുത്ത സ്റ്റെപ്പൊക്കെ കത്തണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ മൈൻഡിലുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ച് നമ്മൾ സ്റ്റക്കാകും. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ആലോചിക്കും. പിന്നെ നമുക്ക് വല്ലാത്തൊരു ഇതായിപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, ഈ പഠിപ്പിച്ചത് മാത്രം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് പോയാൽ സെറ്റാണ്. തിയറി ആണെങ്കിലും പറഞ്ഞു തന്ന തിയറി മാത്രം ഒന്ന് നോക്കിയിട്ട് പോയാൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മോമ് എല്ലാവരും ക്ലിയർ ചെയ്യുക.
പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഷുവർ ക്വസ്റ്റ്യൻസ് ആണെല്ലാം. ഓക്കെ, താങ്ക് യു.